ഇസ്രായേലിൻ രാജാവേ, എൻ ദൈവമാം യഹോവേ, ഞാനങ്ങേ വാഴ്ത്തിയിടുന്നു, നന്മകൾ ഓർത്തിയിടുന്നു. ഇസ്രായേലിൻ രാജാവേ, എൻ ദൈവമാം യഹോവേ, ഞാനങ്ങേ വാഴ്ത്തിയിടുന്നു, നന്മകൾ ഓർത്തിയിടുന്നു. യേശുവേ, 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 നന്ദി നന്ദി നാഥാ, അളവില്ല സ്നേഹത്തിനായി നന്ദി നന്ദി നാഥാ, അളവില്ല സ്നേഹത്തിനായി. തിരുകരമെന്നെ താങ്ങി വൻ പ്രതികൂലങ്ങളിൽ മുൻപോട്ടു യാത്ര ചെയ്യുവാൻ ബലമെന്നിൽ നൽകിയതാ. തിരുകരമെന്നെ താങ്ങി വൻ പ്രതികൂലങ്ങളിൽ മുൻപോട്ടു യാത്ര ചെയ്യുവാൻ ബലമെന്നിൽ നൽകിയതാ. ആ കരങ്ങൾ ഉയർത്തി യേശുവേ, 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 അളവില്ല സ്നേഹത്തിനായി നന്ദി നന്ദി നാഥാ, അളവില്ല സ്നേഹത്തിനായി. പകയ്ക്കുന്നവർ മുൻപിലും തള്ളിയവർ മധ്യയും മേശ ഒരുക്കി എന്നെ മാനിച്ച സ്നേഹമേ. പകയ്ക്കുന്നവർ മുൻപിലും തള്ളിയവർ മധ്യയും മേശ ഒരുക്കി എന്നെ മാനിച്ച സ്നേഹമേ. ഒരിക്കൽ കൂടെ കരമുയർത്തി യേശുവേ, 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 നന്ദി നന്ദി നാഥാ, അളവില്ല സ്നേഹത്തിനായി നന്ദി നന്ദി നാഥാ, അളവില്ല സ്നേഹത്തിനായി.
തുടർന്നുള്ള വചന ശുശ്രൂഷയെ കർത്താവ് അനുഗ്രഹിപ്പാൻ സ്വീകരിക്കപ്പെട്ട ഈ സ്തോത്ര കാഴ്ചകളെ ദൈവം അംഗീകരിച്ച് ഏറിയ പ്രതിഫലം ദൈവം നമുക്ക് നൽകി നമ്മെ മാനിക്കേണ്ടതിനായി നമുക്ക് ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ പാസ്റ്റർ ആൽബിൻ അവർ മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കുമല്ലോ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണടയ്ക്കും. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. കരുണസമ്പന്നനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവമേ, അളവിടാതെ സ്നേഹിക്കുന്ന അരുമനാഥനെ, അനുഗ്രഹിക്കപ്പെട്ടതും വിലയേറിയുമായ ഈ നല്ല സമയത്തിനായി സ്തോത്രം കർത്താവേ. സ്വർഗം എൻ്റെ സിംഹാസനം, ഭൂമി അവൻ്റെ പാദപീഠം കർത്താവേ. ദൈവമേ, അപ്പോൾ അങ്ങയുടെ പാദത്തിലായിരിക്കുന്ന കർത്താവേ, ജനത്തെ അനുഗ്രഹിക്കണേ അപ്പ. അവർ ഏത് ഉദ്ദേശത്തിൽ വന്നെന്ന് അങ്ങ് കാണുന്ന ദൈവം കർത്താവേ, അങ്ങ് അറിയണ ദൈവം, ഇവരെ അനുഗ്രഹിക്കണേ കർത്താവേ. പ്രത്യേകം ഈ ശബ്ദം കേൾക്കുന്ന പരിധിക്കുള്ള സകലം രക്ഷിക്കപ്പെടണം കർത്താവേ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ തക്കണം. അരുമനാഥൻ ഇവരോട് ഇടപെടണേ, സംസാരിക്കണേ, നാമത്തിൽ കാത്തുള്ളണേ, അവരെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരംഭം തൊട്ട് അവസാനം വരെ കർത്താവേ, അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനം പരിശുദ്ധാത്മാവിൽ സംസാരിക്കുവാൻ തന്റെ ദാസനെ അധികാരപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ. കാലാവസ്ഥയെല്ലാം അനുകൂലമായി മാറ്റി കർത്താവേ. ജനത്തെ അനുഗ്രഹിക്കണേ. ദൈവദാസനെയും കുടുംബവും സഭയായി ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ കാര്യങ്ങൾ കർത്താവേ, കർത്താവേ, ഇതിനു വേണ്ടി അധ്വാനിച്ച ഓരോരുത്തരെയും തന്നെ കർത്താവേ, പേരുവരായി കുടുംബമായി ആളം പ്രതിയായി അനുഗ്രഹിച്ചയക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറപ്പെട്ട നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നി കേൾക്കണേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടട്ടെ. തുടർന്ന് നമ്മൾ വചന കേൾവിക്കായി സമയത്തെ വേർതിരിക്കുന്നു. വളരെ പ്രാർത്ഥന ചിന്തയോടെ ദൈവസന്നിധിയിലായിരിക്കണം. കേൾക്കുന്ന വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കണം. അത് നാളുകളിൽ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ തക്ക തീരുമാനങ്ങളോടെ മുന്നോട്ട് നയിക്കപ്പെടുവാൻ സർവശക്തനായ ദൈവം കൃപ നൽകും. തുടർന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്ന പാസ്റ്റർ ഷമീർ അവരുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തൻ്റെ സാക്ഷ്യങ്ങളും ദൈവത്തിൻ്റെ ആലോചനകളും ഇന്ന് രാത്രിവേളയിൽ നമുക്ക് വേണ്ടി താൻ നിർവഹിക്കപ്പെടും. കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം കരേറ്റുമ്പോൾ ഇപ്പോൾ പ്രിയ കർത്തൃദാസൻ ശുശ്രൂഷയെ സഹായിക്കുമല്ലോ. പ്രൈസ് ദി ലോർഡ്. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ ബഹുമാന്യരായ ദൈവദാസന്മാർ, ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, മനോഹരമായ നിലയിൽ ഗാന ശുശ്രൂഷ നിർവഹിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വചന കേൾവിക്കായി കാലാവസ്ഥയുടെ പ്രതികൂലം നോക്കാതെ ഈ പന്തലിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ ശബ്ദ പരിധിയിലിരുന്നു കൊണ്ട് എന്നെ ശ്രമിക്കുന്ന ഈ ദേശവാസികളായ മാന്യ സഹോദരങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. എത്ര പേർക്കതിൽ സന്തോഷമുണ്ട്? ദൈവം അനുവദിച്ചാൽ ഇന്ന് രാത്രിയിലും നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഞായറാഴ്ച രാത്രിയിലും
2 രാത്രിയിലേക്കാണ് ഞാൻ എൻ്റെ ഡേറ്റ് ഇവിടെ ക്രമീകരിച്ച് നൽകിയിട്ടുള്ളത്. സുവിശേഷം ദേശത്തോട് അറിയിക്കുക എന്നുള്ള ദൗത്യവുമായിട്ടാണ് ഈ യോഗം ഇവിടെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് രാത്രിയിലും ദൈവം അനുവദിച്ചാൽ തുടർച്ചയായി ഇതിൻ്റെ ഇന്ന് നാം ചിന്തിക്കുന്ന ചിന്താ വിഷയം തുടർന്ന് ഞായറാഴ്ചയിലും ചിന്തിച്ചായിരിക്കും എൻ്റെ സന്ദേശം അവസാനിപ്പിക്കുന്നത്. ഒത്തിരി ബഹളമൊന്നുമില്ലാതെ ശാന്തമായി സുവിശേഷത്തിൻ്റെ സത്യം ദേശത്തോട് വിളംബരം ചെയ്യുവാനാണ് ഇന്ന് രാത്രി ആശിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപ നമ്മോടുകൂടെ ഇരിക്കേണ്ടതിന് ദൈവമക്കളെല്ലാം അധരങ്ങളെ ചലിപ്പിച്ച് കർത്താവിന് മഹത്വം കരേറ്റിക്കൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ഇതൊരു ദൈവിക ശുശ്രൂഷയാണ്, ഇതൊരാത്മീക ശുശ്രൂഷയാണ്. 2025 കമ്പ്യൂട്ടർ യുഗത്തിലാണ് നമ്മൾ പരസ്യമായി ഇങ്ങനെ ഒരു ശുശ്രൂഷ ഇവിടെ നടത്തുന്നത്. അതെടുത്തു പറയാൻ കാരണം ഈ കാലഘട്ടത്തിലെ തലമുറകളോട് ദൈവിക കാര്യങ്ങളെക്കുറിച്ച് പറയാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അതിൻ്റെ കാരണം ദൈവമെന്നും പ്രാർത്ഥനയെന്നും വിശ്വാസമെന്നുമൊക്കെ പറയുന്നത് ഒരു കോമഡിയായി മാറിയിരിക്കുന്ന കാലഘട്ടമാണിന്ന്. ദൈവമോ, എന്ത് ദൈവം? ദൈവിക കാര്യങ്ങളെക്കുറിച്ചൊന്നും കേൾക്കാൻ ഇപ്പോൾ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പള്ളിയിൽ വിളിച്ചാൽ വരാൻ പിള്ളേർക്ക് താല്പര്യമില്ല. ദൈവിക കാര്യങ്ങളെക്കുറിച്ച് കേൾക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. എന്നാൽ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആരും സഹായിക്കാനില്ലാത്ത പ്രതിസന്ധിയുടെ മേഖലകൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, പെട്ടിയിലിരിക്കുന്ന ബാങ്കിൽ കിടക്കുന്ന പണത്തിന് രക്ഷിക്കാൻ കഴിയാത്ത നേരം ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിലെത്തിയിട്ട് ദൈവത്തെ കണ്ടുമുട്ടുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ആരോഗ്യത്തോടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ കേൾക്കുന്ന ശബ്ദം ദേശത്തിലെ ജനം സത്യദൈവത്തെ തിരിച്ചറിയുവാനിടയായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എന്തിനാണ് സുവിശേഷ യോഗം? നാട്ടുകാർക്ക് ശല്യമുണ്ടാക്കി ഇങ്ങനെ ബോക്സൊക്കെ കെട്ടിവെച്ച് വെയിലൊന്നും മഴയൊന്നും നോക്കാതെ കുറച്ചാളുകൾ കൈകൊട്ടിപ്പാടി കലപിലവിലാന്ന് എന്തൊക്കെയോ പറഞ്ഞ് ബഹളമുണ്ടാക്കി ആളുകൾക്ക് ശല്യമുണ്ടാക്കുന്നൊരു ഏർപ്പാടായിട്ടാണ് സുവിശേഷ യോഗത്തെ ഒരു കൂട്ടം ആളുകൾ നോക്കിക്കാണുന്നത്. മറ്റു ചില ആളുകൾ ഈ യോഗത്തെ കാണുന്നത് ഇതൊരു മതത്തിൻ്റെ സന്ദേശമായിട്ടാണ്, മതപ്രസംഗമെന്ന നിലയിലാണ്. എന്നാൽ ഇതൊന്നുമല്ല സുവിശേഷം. പിന്നെ എന്താണ് സുവിശേഷം? സുവിശേഷത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് ഇന്ന് രാത്രി ദേശത്തോട് പറയുവാൻ ആശിക്കുന്നത്. ഇത് പെന്തക്കോസ്തരായിരിക്കുന്ന ആളുകളോട് പറയേണ്ട ഒരു സന്ദേശമായിരുന്നെങ്കിൽ പണച്ചെലവില്ല, സഭാഹോളിനകത്തൊരു യോഗം വെച്ച് പറഞ്ഞാൽ മതി. എന്നാൽ ഇതിങ്ങനെ പൊതുവിൽ എത്ര ദിവസത്തെ കഷ്ടപ്പാടായിരിക്കും. ഇങ്ങനെ ഈ ഒരു പന്തലും ഒക്കെ ഇവിടെ ക്രമീകരിച്ച് സ്റ്റേജ് കെട്ടി സൗണ്ട് സിസ്റ്റം വെച്ച് കെട്ടി ഇതൊക്കെ ചെയ്യാൻ ഒത്തിരി ദിവസത്തെ കഷ്ടപ്പാടുണ്ട്. ഇതെല്ലാം ചെയ്തത് എന്തിനാന്ന് ചോദിച്ചാൽ ദേശം സുവിശേഷം കേൾക്കേണ്ടതിനാണ്. അതുകൊണ്ട് ഇതിൻ്റെ അകത്തിരിക്കുന്നവർക്കൊരു ബാധ്യതയുണ്ട്. ഇന്ന് രാത്രി ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സുവിശേഷ യോഗം എന്തിനാണ്? ഇവിടെ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, ആളുകൾ യഥാർത്ഥമായി രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരേണ്ടതിനാണ്. ദൈവമക്കൾ ശ്രദ്ധിക്കണം, വളരെ പ്രാർത്ഥനയോടിരിക്കണം. ആളുകൾ രക്ഷയെ അറിയേണ്ടതിനാണ് സുവിശേഷ യോഗം എന്ന് പറയുമ്പോൾ പൊതുജനത്തിൽ പലർക്കും ഇത് മനസ്സിലാകാത്തത് കൊണ്ട് അവർ പറയും, ദേ നമ്മുടെ സുമതി പെന്തിക്കോസ്റ്റിൽ പോയി, അല്ലെങ്കിൽ രമണി പെന്തക്കോസ്റ്റിൽ പോയി. അപ്പം അടുത്ത ആൾ പറയും, അത് നമുക്കപ്പോഴേ അറിയാം, ഇവർ നമ്മുടെ ആളുകളെ പിടിച്ചുകൊണ്ട് പോകും.
എന്നറിയാം. ഇങ്ങനെ കമൻ്ററികൾ വന്നു തുടങ്ങും. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? ഇന്ന് ലോകം മുഴുവൻ ഒരു ചർച്ചയുടെ നടുവിലാണ്. എന്താണ് ആ ചർച്ച? പരസ്യമായി മനോരമയിലോ മാതൃഭൂമിയിലോ ഏഷ്യാനെറ്റിലോ ന്യൂസ് 18 നടക്കുന്ന ഒരു ചർച്ചയെക്കുറിച്ചല്ല പറയുന്നത്. പിന്നെന്താ? ഒരു രഹസ്യമായ ചർച്ച കാതോട് കാതോരമായി നമ്മുടെ ഗ്രാമാന്തരങ്ങളിലും തൊഴിലുറപ്പ് മേഖലകളിലും കൂലിപ്പണി മേഖലകളിലും അങ്ങനെയുള്ള ഇടങ്ങളിലെല്ലാം കാതോട് കാതോരമായി ഇങ്ങനെ ചർച്ച നടക്കുന്നൊരു ചർച്ചയുണ്ട്. എന്താണെന്നറിയാമോ? ആളുകളെല്ലാം യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ സഞ്ചരിക്കുകയാണ്. 2002 ഷമീർ അബ്ദുൽ സലാം എന്ന് പറയുന്ന ഞാൻ യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുന്നത്. ആ കാലത്ത് എൻ്റെ ബാപ്പയുടെ ഉമ്മയുടെയും ആളുകളായിരിക്കുന്ന ബന്ധുജനങ്ങൾ അവർ പറഞ്ഞു, നിനക്കെന്തോ അബദ്ധം പറ്റിയതാണ്. യഥാർത്ഥത്തിൽ ആരും അങ്ങനെ യേശുവിൻ്റെ പിറകെ പോകില്ല. നിനക്കെന്തോ അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞ ഒരു കാലഘട്ടം 2002. ആ കാലഘട്ടത്തിൻ്റെ നടുവിൽ നിന്ന് ഏകദേശം 23 വർഷങ്ങൾ പിന്നിട്ട് ഈ പുസ്തകവുമായി ഇന്നും യേശുക്രിസ്തുവിനെ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ കാലം ഒരുപാട് ദൂരം മുന്നോട്ട് പോയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇത് അബദ്ധം പറ്റി വരുന്ന മാർഗമല്ല, ഇത് സത്യത്തിങ്കലേക്ക് വരുന്ന മാർഗമാണ്. അതുകൊണ്ടാണ് തിരുവനന്തപുരം ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. എന്താ തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒട്ടുമിക്ക ദിവസങ്ങളിലും കൺവെൻഷനുള്ളൊരു ജില്ലയാണ് തിരുവനന്തപുരം ജില്ല. ഞാൻ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും പ്രസംഗിക്കുന്ന ആളാണ്. പക്ഷേ തിരുവനന്തപുരത്തിന് മാത്രമുള്ളൊരു പ്രത്യേകതയാണ്, തിരുവനന്തപുരത്ത് എവിടെങ്കിലും ഒരു ഭാഗത്തൊരു കൺവെൻഷൻ ഒരു ദിവസം ഉണ്ടാവുക. അങ്ങനെ കൺവെൻഷനുള്ള ഒരു പട്ടണമാണ് തിരുവനന്തപുരം. ഈ തിരുവനന്തപുരം ജില്ലയിലേക്ക് യാത്ര ചെയ്ത് തിരുവനന്തപുരത്തിൻ്റെ ബോർഡറിലേക്ക് പ്രവേശിക്കുമ്പോൾ പിന്നെ കാണുന്ന മതിലുകളിൽ മിക്കതും കൺവെൻഷൻ്റെ നോട്ടീസുകളാണ്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നൊരു കാഴ്ചയുണ്ട്. ഓരോ കൺവെൻഷൻ നോട്ടീസുകളിലും വ്യത്യസ്തമായ പേരുകളാണ് ഇരിക്കുന്നത്. പാസ്റ്റർ സുരേഷ്, സുമേഷ്, രതീഷ്, രമേശ്, നാരായണൻ, ഗോപാലകൃഷ്ണൻ, കുട്ടപ്പൻ, രാജപ്പൻ, ഇതെല്ലാം പാസ്റ്റർമാരാണ്. ഇങ്ങനെ കാണുകയാണ് വ്യത്യസ്തമായി. അപ്പൊ ഇവരെല്ലാം യേശുവിൻ്റെ പിന്നാലെയാണ്. പിന്നീട് പാസ്റ്റർ ഷമീർ കൊല്ലം, പാസ്റ്റർ സിയാദ് മുഹമ്മദ് കോട്ടയം, പാസ്റ്റർ ഷാജഹാൻ മലപ്പുറം, പാസ്റ്റർ റഫീഖ് വയനാട്, പാസ്റ്റർ അബ്ദുൽ സമദ് തിരുവനന്തപുരം, പാസ്റ്റർ അബ്ദുൽ വഹാബ് കണ്ണൂർ, മുനീർ കാസർഗോഡ്, സൗദ ബീവി, റംല തോമസ്, അങ്ങനെ 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 അനേക ആളുകൾ ഇന്ന് യേശുക്രിസ്തുവിൻ്റെ പിന്നാലെയാണ്. കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ ഓരോരുത്തരും ഓരോ വർഷം ഇറക്കാം. ഇഷ്ടം പോലെ. ഞാൻ പറഞ്ഞല്ലോ 2002 അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞ ആളുകളുടെ നടുവിലെല്ലാം ഇന്ന് ആളുകൾ കൂട്ടത്തോടെ യേശുക്രിസ്തുവിൻ്റെ പിന്നാലെയാണ്. മൂന്നാമതൊരു ഭാഗം പരിശോധിക്കുമ്പോൾ ഫാദർ മാർഷലിൻ ജെ മൊറൈസ് എന്ന റോമൻ കത്തോലിക്ക പുരോഹിതനും ഫാദർ ജോർജ് മാത്യു പുതുപ്പള്ളി എന്ന് പറയുന്ന യാക്കോബായ പുരോഹിതനും ഫാദർ ക്രിസ്പിനച്ചൻ എന്ന് പറയുന്ന കത്തോലിക്ക പുരോഹിതനുമെല്ലാം 70-80 വയസ്സിൽ കലക്കവെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് പെന്തക്കോസ്തുകാരുടെ കൂടെ കൂടിയിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. അപ്പം ചർച്ചയുണ്ടാകും, സ്വാഭാവികമായിട്ടും ചർച്ചയുണ്ടാകും. എന്തിനാണ് ഇവരെല്ലാം ഇങ്ങനെ പോകുന്നത്? അപ്പം ചർച്ചകൾ ഇങ്ങനെ സജീവമായി വരുമ്പോൾ നമ്മുടെ നാട്ടും പുറത്തുള്ള ആളുകൾ തന്നെ മറുപടി കൊടുക്കും. എടേ ഇവരൊക്കെ ഇങ്ങനെ പോകുന്ന നമുക്കറിയാടെ ഇവരെന്തിനാണ് പോകുന്നതെന്ന് കാര്യം നമുക്കറിയാം. എന്താ കാര്യം? ഇപ്പം ചോദിക്കുമ്പോൾ ഒരു കൂട്ടം ആളുകൾ പറയും, അത് വേറൊന്നും അല്ലടേ, ഇവര് അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടി പോകുന്നതാണ്. ഇങ്ങനെ പറയാറുണ്ടോ തിരുവനന്തപുരത്ത്? ഉണ്ടോ? മിണ്ടുന്നില്ലല്ലോ. ഉണ്ട്. ഇവർക്ക് പണം കിട്ടാൻ വേണ്ടി ഇവർ പെന്തക്കോസ് എന്നാ നിങ്ങളാരും മിണ്ടാത്ത ഒരു കൂട്ടം അമേരിക്കക്കാരുടെ ഇരിപ്പ് കണ്ടോ? സ്വത്രം പറഞ്ഞാട്ട് ഒരു പന്തൽ നിറയെ അമേരിക്കക്കാരിരിക്കുക. ഇതിൻ്റെ അകത്ത് പലതിനും അടുത്ത മാസത്തെ വാടക എങ്ങനെ കൊടുക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ടീമുകളാണ് അല്ലേ? കിടക്കാനൊരിടയില്ലാത്ത അല്ലെങ്കിൽ ന്യായമായ ആനുകൂല്യം ചോദിച്ചു വില്ലേജ് ആഫീസിലോട്ട് ചെന്നപ്പോൾ ആഫീസർ അണ്ണന്മാർ പറഞ്ഞു,
കമ്മലും മാല ഇട്ടുകൊണ്ട് വന്നാൽ ആനുകൂല്യം തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിട്ടുന്ന ആനുകൂല്യം വേണ്ട സാറേ എന്ന് പറഞ്ഞിട്ട് ദൈവത്തെ ആരാധിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾ തിരുവനന്തപുരം പട്ടണത്തിലുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ വെറുതെ ആക്ഷേപിക്കരുത്. അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടി യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങുന്നു, ചുമ്മാതാ. അപ്പോൾ പിന്നെ എന്താ? അപ്പോൾ അടുത്തൊരു കൂട്ടർ പറയുന്നു, മറ്റൊരാക്ഷേപം എന്താ? ഇവർ മതം മാറ്റുന്ന ആളുകളാണ്. ഈ അടുത്ത കാലത്ത് ഒരു ചേച്ചി, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ചേച്ചിയാ, ഫേസ്ബുക്കിലും യൂട്യൂബിലുമൊക്കെ വന്നിട്ട് പറയുകയാണ്, ഈ പെന്തക്കോസ്ത് ഉപദേശിമാരെ വീട്ടിൽ കയറ്റരുത്, കാരണം അവർ 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ഞങ്ങളുടെ ആളുകളെയൊക്കെ മതം മാറ്റുകയാണെന്നൊരു ചേച്ചി പറഞ്ഞു. ഞാൻ അങ്ങനെയുള്ള ചേച്ചിമാരോ ചേട്ടന്മാരോ പഴയ ഉച്ചക്കടയിലുണ്ടെങ്കിൽ ചോദിക്കാം, അങ്ങനെ ഞങ്ങൾ ആരെങ്കിലും 500 രൂപയും കഞ്ഞിയും പയറും കൊടുത്ത് ആരെങ്കിലും മതം മാറ്റുന്നു എന്ന് നിങ്ങൾക്ക് ആക്ഷേപം ഉണ്ടെങ്കിൽ സിമ്പിളായിട്ടുള്ളൊരു വഴി ഞാൻ പറഞ്ഞു തരാം. നിങ്ങളൊരു 1000 രൂപയും ചിക്കൻ ഫ്രൈയും കൊടുത്ത് തിരിച്ചങ്ങ് കൊണ്ടുപോയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. വഴക്കും ബഹളമൊന്നും ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. കഞ്ഞിക്കും പയറിനും ആരെങ്കിലും ഇങ്ങോട്ട് വന്നെങ്കിൽ നല്ലൊരു കോഴിക്കാലും 1000 രൂപയും കൊടുത്ത് അവരങ്ങോട്ട് വന്നോളൂ, അത്രേ ഉള്ളൂ, സിമ്പിളല്ലേ? അപ്പോൾ അത് വളരെ എളുപ്പമുള്ളൊരു വഴിയാണ്. അങ്ങനെ വന്നിട്ട് വേണമെങ്കിൽ ഞാനൊരു ഓഫർ, സ്പെഷ്യൽ ഓഫർ ഉച്ചക്കടയ്ക്ക് തരാം. ഈ പന്തലിൻ്റെ അകത്ത് കുറച്ച് ആളുകൾ ഇരിപ്പുണ്ട്. നിങ്ങളൊരു മുഴുത്ത കോഴിയോ കോഴിക്കാലോ 1000 രൂപയോ 2000 രൂപയോ കാണിച്ചിട്ട് ഈ പന്തലിൻ്റെ അകത്തുനിന്ന് ഞങ്ങളുടെ ഇടയെന്നൊരു 50 എണ്ണത്തെ കൊണ്ടുപോകാൻ ഒക്കുമെങ്കിൽ ഒരു സ്പെഷ്യൽ ദീപാവലി ഓഫറായിട്ട് ഞങ്ങൾ തരുന്നു. ഞങ്ങൾ അതിൻ്റെ പേരിൽ നാളെ ട്രാൻസ്പോർട്ടിന് കല്ലെറിയത്തില്ല, ഹർത്താലിന് കൊടി പിടിക്കത്തില്ല, മുണ്ടും മടക്കി കുത്തി തെറി വിളിക്കത്തില്ല, സമരത്തിനിറങ്ങത്തില്ല, ഒന്നും ചെയ്യത്തില്ല. ഇതിൻ്റെ അകത്ത് നിന്ന് ഒരു 50 പേരെ കോഴിക്കാലൊക്കെ കാണിച്ചു കൊണ്ടുപോകാൻ ഒക്കുമെങ്കിൽ കൊണ്ടുപൊക്കോണം. ഇത്രയും നല്ല ഓഫർ ഇവിടെ വേറെ എവിടെ കിട്ടും? ഒരു പ്രശ്നമില്ല. അങ്ങനെ വരുമെങ്കിൽ കൊണ്ടുപോക്കണം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ അത് കഴിഞ്ഞൊരു ന്യൂനപക്ഷം ഈ പന്തലിൻ്റെ അകത്ത് ശേഷിക്കും. ആ ന്യൂനപക്ഷത്തിൻ്റെ കഴുത്തെ കത്തിവെച്ചിട്ട് യേശുവിനെ തള്ളിപ്പറയാൻ പറഞ്ഞാൽ അറുത്തിടുന്ന കഴുത്ത് നിലത്ത് കിടന്ന് 2 മിനിറ്റ് പ്രസംഗിക്കും. മറ്റൊരുത്തനിലും രക്ഷയില്ല. മാനവജാതിക്ക് രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏകനാമമല്ലാതെ മറ്റൊരു നാമമില്ലെന്ന് 2 മിനിറ്റ് പ്രസംഗിച്ചിട്ട് തല അവിടെ അവസാനിക്കത്തുള്ളൂ. അവരാര് കഞ്ഞിക്കും പയറിനും വേണ്ടി ഇറങ്ങിത്തിരിച്ചതല്ല, മരണത്തിൻ്റെ അപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി സത്യദൈവത്തെ അറിഞ്ഞിറങ്ങിത്തിരിച്ച ദൈവമക്കളാണ്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാണ്. അപ്പം അതുകൊണ്ട് ആക്ഷേപം പറഞ്ഞ് അവഗണിക്കാതെ ഞാൻ പറഞ്ഞു തരാം എന്തുകൊണ്ട് ഷമീറും സിയാദും നസീറും നാരായണനും ഗോപാലകൃഷ്ണനും രാജപ്പനും കുട്ടപ്പനും ഒക്കെ എന്തുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോയി എന്ന് ഇന്നും മറ്റന്നാളുമായി ഞാൻ പറഞ്ഞു തരാം. കേൾക്കാൻ ചെവിയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ശാന്തമായി കേട്ടിട്ട് അങ്ങേര് പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് ഹൃദയത്തിൽ തോന്നുന്നെങ്കിൽ നിങ്ങൾക്കും ഈ യേശുവിൻ്റെ പിന്നാലെ സഞ്ചരിക്കാം. ഇനി അങ്ങനെ ഇല്ലെങ്കിലും ഇവിടെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഞങ്ങളാരും മര്യാദയ്ക്ക് വാടാ എന്ന് പറയുന്ന ആളുകളല്ല. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചെവിയുണ്ടെങ്കിൽ കേട്ടോ, ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കള, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ എന്തുകൊണ്ട് ഞങ്ങൾ യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചു, അല്ലെങ്കിൽ എന്തുകൊണ്ട് സുവിശേഷം ഞങ്ങൾ വിളംബരം ചെയ്യുന്നു എന്നതിൻ്റെ വസ്തുത ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശാന്തമായൊരു കൊച്ചുകുട്ടിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പങ്കുവെച്ചു വാക്കുകൾ അവസാനിപ്പിക്കുവാൻ ആശിക്കുന്നു. ഞങ്ങളുടെ സകല ചിന്തയ്ക്കും ആധാരമായിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിച്ചുകൊണ്ട് സന്ദേശത്തിൻ്റെ ചിന്തയിലേക്ക് പ്രവേശിപ്പാൻ ആശിക്കുന്നു. ഒരു വാക്യം വായിച്ചു കൊടുക്കാം മൈക്കിൽ കൂടെ. എബ്രായ ലേഖനം 9-ാം അധ്യായം 27-28 വാക്യങ്ങളിലൂടെയാണ് ഇന്നും ദൈവം അനുവദിച്ചാൽ ഞായറാഴ്ചയുമായി എൻ്റെ ചിന്ത നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ശാന്തമായി ആ വേദഭാഗം കേൾക്കാം.